ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കുറച്ചായി ക്ലാസ്സൊക്കെ എടുത്തിട്ട് ഇനി നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന കെപ്ലർസ് പ്രോബ്ലമാണ്. അപ്പം കെപ്ലറെ 3 പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കറസ്പോണ്ടിങ് ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് സ്കാറ്ററിംഗ് ആണ്. സ്കാറ്ററിംഗ് ഇൻ എ സെൻട്രൽ ഫോഴ്സ് ഫീൽഡ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വി ഹാവ് വാട്ട് ഈസ് സ്കാറ്ററിംഗ്. അപ്പോൾ സ്കാറ്ററിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു മെക്കാനിക്സിലാണെങ്കിലും സ്കാറ്ററിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. നമ്മളിവിടെ ക്ലാസിക്കൽ മെക്കാനിക്സിലെ സ്കാറ്ററിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്കാറ്ററിങ്ങിന് മെയിനായിട്ട് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാർട്ടിക്കിൾസിൻ്റെ ഇന്നർ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാറ്ററിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കാറ്ററിങ് പറഞ്ഞാൽ എന്തായിരിക്കും? എ ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾ ഹാവിങ് സെയിം വെലോസിറ്റി എനർജിയുള്ള പാർട്ടിക്കിൾസ് വന്നിട്ട് ഒരു ടാർജറ്റിനെ ഹിറ്റ് ചെയ്യും. ഡ്യൂ ടു ദ കൊളീഷൻ ഈ പാർട്ടിക്കിൾസിന് എന്തുണ്ടാവും? അതിൻ്റെ പാത്തിൽ നിന്നൊരു ഡീവിയേഷൻ ഉണ്ടാവും. മേ ബി ഡീവിയേഷൻ ഉണ്ടാവാം, ബട്ട് ദർ ഇസ് എ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഒരു ഡീവിയേഷൻസ് ഉണ്ടാവും. ബാക്ക് സ്കാറ്റേഡ് ആവാം, അല്ലെങ്കിൽ 180 ഡിഗ്രി സ്കാറ്ററിങ് ഓർ 90 ഡിഗ്രി സ്കാറ്ററിങ് ഓർ 0 ഡിഗ്രി സ്കാറ്ററിങ്. അങ്ങനെ ഏതെങ്കിലും എന്ത് ചെയ്യും? ഈ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് സ്കാറ്റേഡ് ചെയ്ത് പോകും. അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമുക്ക് ആ ഒരു സിസ്റ്റത്തിനെ കുറിച്ചുള്ള അതില്ലെങ്കിൽ അതിൻ്റെ ഇന്നർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യാം? നമുക്ക് അനലൈസ് ചെയ്യാം അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ വൺ ബോഡി ഫോർമുലേഷനിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് സ്കാറ്ററിംഗ് ഓഫ് പാർട്ടിക്കിൾ ബൈ എ സെൻറ്റർ ഓഫ് ഫോഴ്സ്. അതായത് ഒരു സെൻറ്റർ ഓഫ് ഫോഴ്സിൻ്റെ എഫക്റ്റ് മൂലം ഉണ്ടാകുന്ന സ്കാറ്ററിംഗ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന പാർട്ടിക്കിൾസ് വെദർ ഇറ്റ് ഈസ് ഇലക്ട്രോൺ, ആൽഫ പാർട്ടിക്കിൾ ഓർ പ്ലാനറ്റ്, ഇറ്റ് ഈസ് എന്താണ്? ഇർറിലവൻ്റ് ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിൾ എന്തോ ആവട്ടെ, അത് ഇലക്ട്രോൺ ആവാം, ആൽഫ പാർട്ടിക്കിൾ ആവാം, പ്ലാനറ്റ്. അപ്പോൾ ഇതിന് റോളില്ല. അപ്പോൾ നമ്മൾ എന്തായാലും എടുക്കുന്ന പാർട്ടിക്കിൾസിന് എന്തായാലും എന്താണ്? സെയിം മാസും ഇൻസിഡൻറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന് എല്ലാത്തിനും എന്താണ്? സെയിം മാസ് ആയിരിക്കണം ആൻഡ് ഹാവിങ് സെയിം എനർജി. ആൻഡ് അതെന്ത് ചെയ്യും? ഒരു സെൻറ്റർ ഓഫ് ഫോഴ്സിൽ വന്നിട്ട് ഇൻസിഡൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഈ ഒരു സെൻറ്റർ ഓഫ് ഫോഴ്സിൻ്റെ പ്രസൻസ് കൊണ്ട് ഈ ഒരു പാർട്ടിക്കിൾസിനെ സെൻറ്റർ ഓഫ് ഫോഴ്സ് എയ്തർ അട്രാക്റ്റഡ് ഓർ റിപ്പൾഡ്. അപ്പം എന്തായാലും ചിലപ്പോൾ അട്രാക്റ്റഡ് ആയിരിക്കാം അവിടെ, അല്ലെങ്കിൽ റിപ്പൾഷൻ ആയിരിക്കാം. വാട്ട് ബി ഇറ്റ്സ് എന്താണ്? ദ പാത്ത് എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യും. ദ പാത്ത് ഓഫ് ദ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യും. ജസ്റ്റ് നമുക്കതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് ഫോഴ്സ് വെച്ചുള്ള സ്കാറ്ററിങ്ങിൻ്റെ ജസ്റ്റ് ഒരു സ്കീമാറ്റിക് ഡയഗ്രം നോക്കാം. ദെൻ നമുക്കതിൽ നിന്ന് സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സെൻട്രൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് ഇവിടെ സ്കാറ്ററിങ് നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? സെൻട്രൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ട് പാർട്ടിക്കിളിൻ്റെ ഫോഴ്സ് എന്ത് ചെയ്യും? ആ ഒരു സ്കാറ്ററിങ്ങിന് ശേഷം ഡിമിനിഷ് ചെയ്ത് വരും. അപ്പം നമ്മൾ പറഞ്ഞു ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ അതേ ഡയറക്ഷൻ ആയിരിക്കില്ല സ്കാറ്റേർഡ് പാർട്ടിക്കിൾസിന് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ജസ്റ്റ് അതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രം പറയുന്നത് ഇത് പറഞ്ഞാൽ ആ സ്ട്രൈറ്റ് ലൈൻ സെൻറ്ററിലൂടെ പോകുന്നത്. then ഈ എസ് നമ്മൾ ഇമ്പാക്റ്റ് പാരാമീറ്ററാണ് റെപ്രസെൻ്റ് ചെയ്തത്. നിങ്ങൾക്കറിയാം എന്താ പാരാമീറ്റർ ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ടു സെൻറ്റർ. നെക്സ്റ്റ് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സ്കാറ്റേർഡ് ആംഗിൾ വിച്ച് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് ഡയറക്ഷനും സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ് ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളാണ് ഡി തീറ്റ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വേവ് ഫ്രണ്ട് പോലെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെഷൻ നമുക്ക് DS ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ പറയാം. സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ഫോർ ദ സ്കാറ്ററിങ് പറഞ്ഞാൽ ഈസ് ദ ഏരിയ ഓഫേർഡ് ഫോർ ദ സ്കാറ്ററിങ്. ആ ഒരു ഏരിയയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സ്കാറ്ററിങ് നടക്കുള്ളൂ, വിച്ച് ഈസ് നോൺ ആസ് ദ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ. സോ C is for scattering, which is defined as sigma of omega d omega. ഇതിൽ sigma of omega d omega is sigma of omega ഡിഫറൻഷ്യൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഡിഫറൻഷ്യൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ്റെ ടോട്ടൽ കണ്ടാലാണ് നമുക്ക് ടോട്ടൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ കിട്ടുക. അപ്പം d of omega സിഗ്മ ഓഫ് ഒമേഗ ഡി ഒമേഗ പറഞ്ഞാൽ ഈ ഡി ഒമേഗ എന്നുള്ള ആംഗിൾ ദാറ്റ് ഈസ് ദ സോളിഡ് ആംഗിൾ. നമ്മൾ കോണൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ 3 ഡയമെൻഷനിലൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ കൺസിഡർ ചെയ്യുന്നതാണ് ഡി ഒമേഗ എന്നുള്ള സോളിഡ് ആംഗിൾ, വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ സ്കാറ്റേർഡ് ഇൻ ടു സോളിഡ് ആംഗിൾ ഡി ഒമേഗ പെർ യൂണിറ്റ് ടൈം ഡിവൈഡഡ് ബൈ ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റി. ദാറ്റ് ഈസ് എത്രത്തോളം പാർട്ടിക്കിൾസ് ആ ഒരു യൂണിറ്റ് ടൈമിൽ ആ ഒരു സോളിഡ് ആംഗിൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഡി ഒമേഗയിൽ സ്കാറ്റേർഡ് ചെയ്തിട്ടുണ്ട് ഡിവൈഡഡ് ബൈ എത്ര പാർട്ടിക്കിൾസിൻ്റെ ഇൻസിഡൻറ്റ്
intensity. Intensity is directly proportional to the number of particles. Okay, where d omega is the element of solid angle and is defined as 2 pi sin theta d theta. 2 pi sin theta d theta, and sigma of omega is the differential scattering cross section. And theta പറഞ്ഞു, s പറഞ്ഞു impact parameter ആണെന്ന് പറഞ്ഞു. Theta is the scattering angle, which is the angle between scattered and incident direction. Okay, നെക്സ്റ്റ് വേറൊരു കാര്യം കൂടെ നോക്കാനുള്ളത്, ഈ സിഗ്മ ഓഫ് ഒമേഗ എന്ന സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ ആണ്. സോ സിഗ്മ ഒമേഗ ഹാസ് ദ ഡയമെൻഷൻ ഓഫ് ഏരിയ. ഈ സിഗ്മ ഓഫ് ഒമേഗ ഹാസ് ദ ഡയമെൻഷൻ ഓഫ് ഏരിയ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇമ്പാക്റ്റ് പാരാമീറ്റർ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എമൗണ്ട് ഓഫ് സ്കാറ്ററിംഗ് ഒക്കെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പം അത് വിച്ച് ഈസ് ഡിപ്പെൻഡ് ഓൺ ദ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ നമ്മൾ അതിനായിട്ട് എനർജി ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ടേംസിലാണ് നമ്മൾ പാർട്ടിക്കിൾസിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആംഗുലാർ മൊമെൻറ്റം എനർജീൻ്റെ ടേമിൽ നമുക്ക് എന്ത് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം. അപ്പം ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്ക് L is equal to mv/r. ഇവിടെ നോക്കൂ, ഈ r എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പാക്റ്റ് പാരാമീറ്റർ ആണ്. സോ വി ക്യാൻ പ്രസൻറ്റ് L as in terms of impact parameter, that is m into v into s. അല്ലെങ്കിൽ L is equal to എന്തായിരുന്നു, r cross p. ഓക്കെ, ആ ടേമിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ L is equal to r cross p, that is r if theta is the angle between r and p, then which is rp sin theta. Then rp can be written as, വേണമെങ്കിൽ മാറ്റി എഴുതിയാൽ മതി, mv0 r into sin theta. We have r is equal to s. then r-ഉം v-ൻ്റെ ഡയറക്ഷൻ ഇതാണ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ, then r-ൻ്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ തമ്മിലുള്ള ആംഗിൾ എത്ര, which is 90 degree, that is sin 90 becomes 1, that is mv0s, that is p. We have p is equal to root 2me, that is L is equal to s into root 2me. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആംഗുലാർ മൊമെൻറ്റം L is equal to mv0s, that is s into root 2me. ആംഗുലാർ മൊമെൻറ്റം എനർജിൻ്റെ ടേമിലേക്ക് എഴുതി. അപ്പോൾ നമ്മൾ ഇതിന് ശ്രദ്ധിക്കുക, വൺസ് നമ്മൾ ഇയും എസും ഫിക്സ് ചെയ്താൽ സ്കാറ്ററിങ് എന്ത് ചെയ്യും, സ്കാറ്ററിങ് ആംഗിൾ മാത്രമേ അതിൽ എന്ത് ചെയ്യുള്ളൂ, വാരി ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഡിഫറൻറ്റ് സെയിം എസ് സെയിം തീറ്റ തരെങ്കിലും ഡിഫറൻറ്റ് എസ് വാല്യൂ വരും. ഓരോ പാർട്ടിക്കിളിൻ്റെ ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ത് ചെയ്യും, വാല്യൂ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തും കൂടെ ചേഞ്ച് ചെയ്യും, അതിൻ്റെ സ്കാറ്ററിങ് ആംഗിളും ചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് ഡിഫറൻറ്റ് വാല്യൂസ് ഓഫ് എസ് കനോട്ട് ലെഡ് ടു ദ സെയിം സ്കാറ്ററിങ് ആംഗിൾ. എസും തീറ്റയും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞാൽ എസ് ചേഞ്ച് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് തീറ്റയും എന്ത് ചെയ്യും. അപ്പോൾ നമ്മൾ സോളിഡ് ആംഗിൾ ഡി ഒമേഗ വെച്ച് കൺസിഡർ ചെയ്യാണ്. അപ്പം ഈ ഒരു ഡി ഒമേഗ പറഞ്ഞാൽ തീറ്റൻ്റെയും തീറ്റ പ്ലസ് ഡി തീറ്റ, തീറ്റ പ്ലസ് ഡി തീറ്റയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് ഇവിടെ നോക്കാം, ജസ്റ്റ് ഈ ഒരു ആംഗിൾ തീറ്റയ്ക്കും തീറ്റ പ്ലസ് ഡി തീറ്റയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം, ഈ സോളിഡ് ആംഗിൾ ഡി ഒമേഗയിലൂടെ സ്കാറ്റർ ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണം which is equal to the impact parameter s and s plus ds-ലൂടെ, അതായത് ഇമ്പാക്റ്റ് പാരാമീറ്റർ എസിൻ്റെയും എസ് പ്ലസ് ഡി എസിലൂടെയും വരുന്ന ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ എണ്ണത്തിന് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ളത്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ സ്കാറ്റേഡ് ഇൻ ടു എ സോളിഡ് ആംഗിൾ ഡി ഒമേഗ ബിറ്റ്വീൻ തീറ്റ ആൻഡ് തീറ്റ പ്ലസ് ഡി തീറ്റ must be equal to the number of the incident particle with impact parameter lying between s and s plus ds. ഓക്കെ അല്ലേ, എസ്സിന് വാരി ആയിട്ട് എന്ത് ചെയ്യും, തീറ്റ വാരി ചെയ്യും. അപ്പോൾ തീറ്റയ്ക്കും ആൻഡ് തീറ്റ പ്ലസ് ഡി തീറ്റ പറഞ്ഞ ഒരു സ്മോൾ ആംഗിളുള്ള ഒരു കോണിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സോളിഡ് ആംഗിൾ എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് പാരാമീറ്റർ നമ്മൾ ചൂസ് ചെയ്തത് എസ് ആൻഡ് എസ് പ്ലസ് ഡി എസ് ആണെങ്കിൽ ഇതിലൂടെ വരുന്ന ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസും ൻ്റെ നമ്പറും ഇതിലൂടെ ഈ ഒരു ഡി ഒമേഗ എന്നുള്ള സോളിഡ് ആംഗിളിലൂടെ സ്കാറ്റേഡ് ചെയ്ത് പോകുന്ന പാർട്ടിക്കിൾസിൻ്റെ നമ്പറും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അപ്പം വിച്ച് ക്യാൻ ബി ആസ് ഇതിലുള്ള ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇതിലൂടെ സ്കാറ്റേഡ് ചെയ്യുന്ന എന്ത് ചെയ്യും, സ്കാറ്റേഡ് ചെയ്ത് പോകുന്ന പാർട്ടിക്കിൾസിൻ്റെ നമ്പറും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് എഴുതുകയാണ്.
നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുകയാണെങ്കിൽ വേർ ഐ ഇസ് ദ ഇൻറ്റൻസിറ്റി ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് 2πIs ഇൻറ്റു മോഡ് ഡി എസ്. ആ ഒരു എസിൻ്റെ എസ് പ്ലസ് ഡി എസിൻ്റെ ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് മീൻസ് ആ ഒരു ഇമ്പാക്ട് പാരാമീറ്ററിലുള്ള ചേഞ്ചാണ് ഡി എസ്. ദെൻ വിച്ച് ഈസ് ഡി ഒമേഗ പറഞ്ഞാൽ 2π sin θ d θ. ദെൻ സിഗ്മ ഓഫ് ഒമേഗ ഡി ഒമേഗ, ഒമേഗ ഇൻ ടേംസ് ഓഫ് തീറ്റൻ്റെ ടേമിൽ എഴുതിയാൽ സിഗ്മ ഓഫ് തീറ്റ 2π sin θ d θ ഇൻറ്റു കറസ്പോണ്ടിങ് ഇൻറ്റൻസിറ്റി. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തൊരു കാര്യം എന്ന് പറയാൻ വിട്ടുപോയത്, ഇവിടെ നമ്മൾ റിപ്പൾസീവ് സ്കാറ്ററിങ് ആയിരുന്നു കേട്ടോ കൺസിഡർ ചെയ്തത്. നമ്മളിവിടെ ഈ നെഗറ്റീവ് വാല്യൂസ് അവോയ്ഡ് ചെയ്യുന്നില്ല, പോസിറ്റീവ് വാല്യൂസ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അബ്സലൂട്ട് അല്ലെങ്കിൽ മോഡുലസ് ഇൻക്ലൂഡ് ചെയ്തത്. പാർട്ടിക്കിൾസിൻ്റെ നമ്പർ എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷന് നമ്മൾ നമ്പർ ഒരു മിനിറ്റ്, ഇതിന് മുന്നുള്ള ഇക്വേഷന് നമ്പർ കൊടുത്തില്ല. അപ്പോൾ നമ്മൾ 4 ഇക്വേഷൻസാണ് എഴുതിയത്. ഫസ്റ്റ് സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ എഴുതിയത് ഇക്വേഷൻ നമ്പർ 1, ദെൻ ഡി ഒമേഗ എഴുതിയത് ഇക്വേഷൻ നമ്പർ 2, ദെൻ ആംഗുലർ മൊമെൻറ്റം ഇൻ ടേംസ് ഓഫ് എനർജി എഴുതിയത് ഇക്വേഷൻ നമ്പർ 3, ദെൻ ഇതെന്തായിരിക്കും ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ ഇതുവരെ എഴുതിയ 3 ഇക്വേഷനും നമ്പർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എസ് ഇക്വേഷൻ നമ്പർ 3 നമുക്ക് കിട്ടിയിരുന്നു. എസ് ഈസ് എ ഫങ്ഷൻ എന്താണ്? ഇമ്പാക്ട് പാരാമീറ്റർ എന്താണ്? ഈസ് എ ഫങ്ഷൻ ഓഫ് എനർജിയാണ്. ആൻഡ് കറസ്പോണ്ടിങ് ഇമ്പാക്ട് പാരാമീറ്റർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്തും ചേഞ്ച് ചെയ്യും, അതിൻ്റെ സ്കാറ്ററിങ് ആംഗിളും ചേഞ്ച് ചെയ്യും. സോ വി ക്യാൻ റൈറ്റ് എസ് ഈസ് എ ഫങ്ഷൻ ഓഫ് സ്കാറ്ററിങ് ആംഗിൾ ആൻഡ് എനർജി. ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു that is S is a function of S of theta and E. അപ്പോൾ ഇക്വേഷൻ 4 നമുക്ക് സിഗ്മ ഓഫ് തീറ്റ എന്ത് കിട്ടും? സിഗ്മ ഓഫ് തീറ്റ is equal to 2πi രണ്ട് സൈഡിലുണ്ട് ക്യാൻസൽ ചെയ്തു. ദാറ്റ് ഈസ് സിഗ്മ ഓഫ് തീറ്റ is equal to S by sin theta മോഡുലസ് ds by d theta. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 6. അപ്പോൾ എന്താ കിട്ടി? സ്കാറ്ററിങ് ആംഗിൾ ഈസ് എ ഫങ്ഷൻ ഓഫ് തീറ്റ ഈസ് എ ഫങ്ഷൻ ഓഫ് എസ് ആണെങ്കിൽ കിട്ടുന്ന ഒരു ഡയറക്റ്റ് ഇക്വേഷൻ കിട്ടി, വിച്ച് ഈസ് ദ expression for sigma of theta and put it as equation number 6. ഓക്കെ, നമ്മൾ again ഞാൻ പറഞ്ഞു റിപ്പൾസീവ് സ്കാറ്ററിംഗ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ റിപ്പൾസീവ് സ്കാറ്ററിംഗ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ തീറ്റയുടെ വാല്യൂ വെച്ച് നോക്കാം. ജസ്റ്റ് ഞാനൊരു കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് സ്കാറ്റർ നടക്കുന്ന ഏരിയയിൽ മാത്രമല്ല ജസ്റ്റ് ഒരു ഫിഗർ ജസ്റ്റ് നോക്കാം. നമുക്ക് ജസ്റ്റ് ഇത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷനാണ്. ഇതാണ് നമ്മുടെ സ്കാറ്റേർഡ് പാർട്ടിക്കിൾ. ജസ്റ്റ് അസിംപ്റ്റോട്ട് പോലെ അല്ലെങ്കിൽ ഒരു പെരിയാപ്സിസ് പോലെ വരച്ചാൽ നമുക്ക് സ്കാറ്റേർഡ് ആംഗിൾ ഇതിന് അപ്രോക്സിമേറ്റ് ഇതിങ്ങനെ ഒരു അസിംപ്റ്റോട്ടാണ് കേട്ടോ. അസിംപ്റ്റോട്ട് മീൻസ് എന്താണ്? ഇത് ഇൻഫിനിറ്റിയിലെ ടച്ച് ചെയ്യും, ബട്ട് എന്താണ് വെരി ക്ലോസ് ടു ഇച്ച്. അപ്പം ഈ ഒരു ആംഗിളാണ് എന്ത്? സ്കാറ്ററിങ് ആംഗിൾ തീറ്റ. ഇത് നമ്മളൊരു സൈ എന്നുള്ള ആംഗിൾ ഡിഫൈൻ ചെയ്യാണ്. സൈ ഈസ് ഈക്വൽ ടു എന്താണ്? സൈ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് ഇൻകമിങ് asymptote and the periapsis. The incoming asymptote പെരിയാപ്സിസും തമ്മിലുള്ള ആ ഒരു ആംഗിളാണ് സൈ എങ്കിൽ വിച്ച് സിമെട്രിക്. അപ്പോൾ ഇവിടെയും സൈ, ഇത് നോർമലാണ് ഈ ഒരു ഡയറക്ഷൻ. അപ്പോൾ ഇത് സൈ ആകുമ്പം ഇതും സൈ ആയിരിക്കും. ഈ ഒരു ഡിസ്റ്റൻസ് വിച്ച് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ആസ് ദ RM. ഓക്കെ, അപ്പം ഈ ഒരു സൈൻ്റെ ടേംസിൽ നമുക്ക് തീറ്റ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് തീറ്റ സീക്വൽ ടു ഈ ടോട്ടൽ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി കിട്ടും. ദാറ്റ് ഈസ് പൈ. തീറ്റ സീക്വൽ ടു എന്താ കിട്ടും? പൈ മൈനസ് 2 സൈ. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 7. സൈ എന്താണെന്ന് പറഞ്ഞു? തീറ്റ ഈസ് ദ സ്കാറ്ററിംഗ് ആംഗിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷന് സൈ കിട്ടിയാൽ നമ്മളിതിൽ ഒരു ചൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സൈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ചൂസ് ചെയ്യുക R0 ഈക്വൽ ടു ഇൻഫിനിറ്റി കറസ്പോണ്ടിങ് ടു തീറ്റ 0 പൈക്കാണെങ്കിൽ വി ഗെറ്റ് ഇക്വേഷൻ തീറ്റ ഈക്വൽ ടു പൈ മൈനസ് സൈ. ദെൻ ആ ഒരു ഇക്വേഷനിൽ നമ്മൾ ജസ്റ്റ് പ്രീവിയസ് ആയിട്ടുള്ള ഓർബിറ്റിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഭാഗം ഒന്നും ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു, ആ ഭാഗമൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അതിലേക്ക് വേണ്ട കുറച്ച് ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ചൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സൈ ഇസ് ഈക്വൽ ടു RM ടു ഇൻഫിനിറ്റി dr ബൈ r² ഇൻറ്റു റൂട്ട് ഓഫ് 2mv ബൈ L² മൈനസ് 2mv ബൈ L² മൈനസ് 1 ബൈ r. Put it as equation number 8 where R0 is the
ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്തായാലും അറിയില്ലേ, കാരണം മാക്സിമം ഈ ഒരു ഡിസ്റ്റൻസിലെ ഇതെന്ത് ചെയ്യും, ഇതൊരു റിപ്പൾസീവ് പൊട്ടൻഷ്യൽ ആയതുകൊണ്ടാട്ടോ. അട്രാക്റ്റീവ് ആകുമ്പം വന്ന് അട്രാക്റ്റീവ് ഈ ഒരു ഡിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ കഴിയില്ല. ആ ഒരു ഡിസ്റ്റൻസ് അപ്പോൾ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും, കാരണം ആ ഒരു റിപ്പൾസീവ് പൊട്ടൻഷ്യൽ ആയതുകൊണ്ടാണ് അവിടെ ഒരു ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് വെച്ചത്. ഓക്കെ, നമുക്കിനി ഇതിൽ ആംഗുലാർ മൊമെൻറ്റം നമ്മൾ ഇമ്പാക്റ്റ് പാരാമീറ്ററിൻ്റെ ടേമിലേക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ വി ഗെറ്റ് സൈ കിട്ടി. തീറ്റ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. വി ഗെറ്റ് തീറ്റ സീക്വൽ എന്തായിരുന്നു, പൈ മൈനസ് 2 സൈ. അതിൽ സൈൻ്റെ വാല്യൂ കിട്ടി. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈസ് എൽ ഈസ് ഇൻ ടേംസ് ഓഫ് എസിൻ്റെ ടേമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. ദെൻ സൈ ബിക്കംസ് സൈ അല്ല തീറ്റ ബിക്കംസ്. ഓക്കെ, നമ്മൾ അപ്പോൾ തീറ്റ ഓഫ് എസ് ഈക്വൽ ടു എന്ത് കിട്ടും, പൈ മൈനസ് 2 ടൈംസ് സൈനക്ക് ഡി ആർ. ഇവിടെ ഒരു എസ് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എൽ സ്ക്വയറിനൊക്കെ എന്ത് കൊടുത്തു, എൽ ഇസ് ഈക്വൽ ടു √2m ഇൻറ്റു എസ് ആയിരുന്നു, √2m ഇൻറ്റു എസ്. അപ്പോൾ എൽ സ്ക്വയർ എന്ത് വരും, 2m ഇൻറ്റു എസ് സ്ക്വയർ വരും. അപ്പം ആ എസ് സ്ക്വയർ മുകളിലേക്ക് പോകുമ്പം റൂട്ടിൻ്റെ അടുത്തുനിന്ന് വരുമ്പോൾ റൂട്ട് ഒഴിവായി എസ് സ്ക്വയർ മാറി. ദെൻ മുകളിലേക്ക് പോകുമ്പോൾ എസ് വരും. അങ്ങനെ ഇവിടെ എസ് ഡി ആർ വന്നത്. ദെൻ ആർ സ്ക്വയറിന് മാറിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു ആർ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുത്തു. അതിൽ കറസ്പോണ്ടിങ് ചെറിയ റീഅറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ചില സ്ഥലത്ത് 2m ഈ 2m ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ ക്യാൻസൽ ചെയ്യാത്തതുകൊണ്ട് വി ഓഫ് ആർ ബൈ ഇ എന്ന് വരും. ഇതിൽ നിന്ന് രണ്ടെന്നും ഇവിടെ ആക്ച്വലി ഉണ്ടാകുന്ന ടേം ആർ സ്ക്വയർ ഇൻ ടേംസ് ഓഫ് ഇവിടെ മാത്രം എഴുതി. അപ്പോൾ അത് മാറ്റി ഒരു ആർ സ്ക്വയറിൽ ഒന്ന് പുറത്തേക്ക് എടുത്തു. ദെൻ ഇവിടെ ശരിക്കും ആർ സ്ക്വയർ ഇല്ലായിരുന്നു. സോ നമ്മൾ ഒരു ആർ സ്ക്വയർ ഈ ടേമിൽ മാത്രമേ ആർ സ്ക്വയർ ഉള്ളൂ, ചില ടേമിലില്ല. അപ്പോൾ നമ്മൾ ആർ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനത്തെ കുറച്ച് ഡീവിയേഷൻ, കുറച്ച് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് മാറ്റിയിട്ടാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിയത്. ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഇതിൻ്റെ മുന്നേയുള്ള ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പ് ചെയ്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പുട്ട് ആർ ഇസ് ഈക്വൽ ടു 1/u. ദെൻ തീറ്റ ഓഫ് എസ് ഈക്വൽ ടു എന്ത് കിട്ടും, പൈ മൈനസ് 2 ഇൻറ്റഗ്രൽ 0 ടു ഇവിടെ RM ടു ഇൻഫിനിറ്റി ആണ്. അപ്പം RM കൊടുക്കുമ്പോൾ 1/um, ദാറ്റ് ഈസ് um ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് 1/∞ 0. അപ്പോൾ ലിമിറ്റും എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് എസ് ഇൻറ്റു ഡി ആർ ഡി യു ആവും. ദെൻ ഡി ആർ പറഞ്ഞാൽ എന്ത് വരും, -1/u ഡി യു അല്ലേ വരിക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ മൈനസും ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നത്. √1 - v of u ഡിവൈഡഡ് ബൈ ഇ. ദെൻ മൾട്ടിപ്ലൈ ചെയ്താൽ എസ് സ്ക്വയർ യു സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് യുവിലുള്ള തീറ്റ ഓഫ് എക്സിൻ്റെ ഇക്വേഷൻസും കിട്ടി. ഇനി നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ ലാസ്റ്റ് എഴുതിയ രണ്ട് ഇക്വേഷൻ നമ്പർ 10 ഇക്വേഷൻ നമ്പർ 10 തൊട്ട് മുന്നേയുള്ള ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ സ്കാറ്ററിങ് ആംഗിൾ ഇൻ ടേംസ് ഓഫ് ആറിൻ്റെയും യുവിൻ്റെയും ടേമിലുള്ള ഇക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം ഈ ഒരു ഇക്വേഷനിലെ ജനറൽ ആയിട്ടുള്ള കൂളം പൊട്ടൻഷ്യലിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ കൂളം പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻസ് എന്തായിരുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൂളം ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു 1/4πε0. അതൊരു നമ്മൾ CGS യൂണിറ്റിലാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിട്ട് എടുക്കാം. ദെൻ Z ഇൻറ്റു Z' ഈസ് Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ അല്ലേ. അപ്പോൾ നമ്മുടെ പാർട്ടിക്കിൾസിൻ്റെ കേസിൽ ആറ്റം നമ്പർ വൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുക. ദെൻ സെറ്റും Z' ആണെങ്കിൽ Z' ഈ സ്ക്വയർ ബൈ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് R സ്ക്വയർ. ദെൻ വി ഗെറ്റ് F ഇസ് ഈക്വൽ ടു Z' ഈ സ്ക്വയർ ബൈ R സ്ക്വയർ. ഓക്കെ, തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂളം പൊട്ടൻഷ്യലിൽ നമുക്ക് അടുത്ത വീഡിയോ ആക്കി വെക്കാം. ഇപ്പം തന്നെ 18 മിനിറ്റ്സ് ആയതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ജസ്റ്റ് ഈ കൂളം പൊട്ടൻഷ്യലിൻ്റെ കാര്യം വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ ഇത് തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത്രയും ലെങ്തി ആവും. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പം ഓക്കെ, താങ്ക് യു.